സോ ഹായ് എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ എമ വ്ളോഗ്സ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമുക്ക് കുറച്ച് നിഗൂഢതകൾ നിറങ്ങിയ ഓഷനെ പറ്റി അറിഞ്ഞാലോ. ഫോർ ദ ഫസ്റ്റ് വൺ, ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് എർത്തിൻ്റെ 71% ഈസ് ഓഷൻ. യെസ്. സോ ദ നെക്സ്റ്റ് തിങ്, ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പറഞ്ഞാലോ. ഓഷൻ ഭൂമിൻ്റെ ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ്. ഈവൻ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പനിങ്. സോ ലെറ്റ്സ് മൂവ് ഓൺ. സോ കടലിൽ ഉപ്പുണ്ടെന്ന് പറയാറില്ലേ. സോ ആ ഉപ്പ് ഈ എർത്തിനെ മൂടാനുള്ളത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ദെൻ അബൌട്ട് സീ ലെവൽ. ഈ സീ ലെവൽ, അതായത് എമൗണ്ട് ഓഫ് വാട്ടർ കാലക്രമേണ ചേഞ്ച് ആവാറുണ്ട്. സോ ദ നെക്സ്റ്റ് തിങ്, നമുക്കറിയാം കടലിൽ ഒരുപാട് സ്പീഷീസ് ഉണ്ട്. കടലിലല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്പീഷീസ് ജീവിക്കുന്നത് ഓഷനിലാണ്, ലൈഫ്. യെസ്. ബട്ട് എത്ര പേർക്കറിയാം ഇപ്പോഴും ഒരുപാട് സ്പീഷീസ് അൺനോൺ ആണെന്ന്? ദാറ്റ്സ് ഇറ്റ്. ഫോർ ദ നെക്സ്റ്റ് തിങ്, ഡിഡ് യു നോ ദാറ്റ് 80% ഓഫ് ഓഷന് ഇന്നും ഹ്യൂമൻസ് കണ്ടിട്ടേ ഇല്ല, മാപ്പ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ദെൻ അബൌട്ട് ദ ഓക്സിജൻ. നമ്മൾ ഈ പ്ലാനറ്റിലെ 70% ഓക്സിജൻ വരുന്നത് എവിടെ നിന്ന് അറിയാം? ഓഫ് കോഴ്സ് അറ്റ് ദി ഓഷൻ. യെസ്. നിങ്ങൾ ഈ പിക്ചർ കണ്ടോ? ഇത് കടലിൻ്റെ അടിയിൽ കാണപ്പെടുന്ന ലേക്സ് ആൻഡ് റിവേഴ്സാണ്. യെസ്, കടലിൻ്റെ അടിയിൽ ബിനീത്തായിട്ട് ലേക്സും റിവേഴ്സും ഫോം ചെയ്യും. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ദെൻ അബൌട്ട് ദിസ് തിങ്സ്, ലോകത്തിൽ ഒരുപാട് മ്യൂസിയം ഉണ്ട്. ആൻഡ് മ്യൂസിയത്തിൽ ഒരുപാട് ആർട്ട് ഫാക്ട്സ് ഉണ്ട്. അതിനേക്കാൾ ഏറെ കാണാനുള്ളത് നമ്മുടെ ഓഷൻ്റെ അടിത്തട്ടിലാണ്. യെസ്. ദെൻ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് അബൌട്ട് ബയോലൂമിനസെൻസ്. ബയോലൂമിനസെൻസ് ഒരു ഫിനോമിനാണ്. അത് ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസമാണ്. ദാറ്റ് പ്രൊഡ്യൂസ് ബയോലൂമിനസെൻറ്റ് ലൈറ്റ്. അതിനാണ് ബയോലൂമിനസൻ എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് തിങ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതല്ലേ. ഈ ഒരു പ്രതിഭാസം നമ്മൾ കുറച്ച് പേരെങ്കിലും വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, റൈറ്റ്? ഇത് കാണപ്പെടുന്നത് നോർത്തേൺ ബാൾട്ടിക് സീ ഓഫ് ഡെൻമാർക്കാണ്. ഇതിങ്ങനെ ഒത്തുചേരാത്ത പോലെ കാണുന്നില്ല. ഇതിന് കാരണം ബിക്കോസ് ഓഫ് ദ വാട്ടർ ഡെൻസിറ്റി. യെസ്. ദെൻ ഹൗ മെനി പീപ്പിൾ ആർ സോ ദിസ് വൺ, എ ഗ്രീൻ ഫ്ലാഷ് ലൈറ്റ്? ഇത് കാണപ്പെടുന്നത് ഡ്യൂറിങ് ദ ടൈം ഓഫ് സൺസെറ്റ് ആൻഡ് സൺറൈസ്. ദെൻ അബൌട്ട് റെഡ് ടൈഡ്. ഈ ഒരു പ്രതിഭാസം കണ്ടിട്ട് ഓവർ അടുക്കാൻ നിൽക്കരുത്. വേറെ ഒന്നല്ല, ഇതിന് ആൽഗൽ ബ്ലൂമിംഗ് എന്ന് പറയും. അതായത് റെഡ് ആൽഗൽ ബ്ലൂമിംഗ് ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ്. ബട്ട് ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം കേട്ടോ, ബേർഡ്സിനും ആനിമൽസിനും, ഈവൻ നമ്മൾ ഹ്യൂമൻസിന് വരെ. സോ റൺ ടു ദി നെക്സ്റ്റ് വൺ. ഇത് സീ ഫോമിങ്, അതായത് ഒരു പത പോലെ കാണുന്ന സംഭവമാണ്. അതിന് കാരണം ഒരു വേലികേറ്റം നടക്കുമ്പോൾ ഓർഗാനിസം ഒക്കെ ഡിസ്റ്റർബൻഡ് ആവും. അപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫോമാണിത്. വേലികേറ്റം കാരണം മാത്രമല്ല, ഈ ഹ്യൂമൻസിന് ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റൊക്കെ ഡംപ് ചെയ്യുമ്പോഴൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവരെ ഡിഫറെൻറ്റ് മെക്കാനിസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഫോമിങ്. അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഞാൻ കാണിച്ചു തരട്ടെ. ദിസ് ഈസ് ക്രോപ്പ് സർക്കിൾ. കടലിൻ്റെ അടിത്തട്ടിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. ഇത് പഫർ ഫിഷ് എന്നറിയപ്പെടുന്ന ഫിഷ് തൻ്റെ മീറ്റ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. അവർ തൻ്റെ മീറ്റ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ ഷെൽസ് എല്ലാം വെക്കാറുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഇത് കണ്ടുപിടിച്ചത് ജപ്പാനീസ് ടീംസ് ആണ്. ആൻഡ് ഇതൊരു മിസ്റ്റീരിയസ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം കുറച്ച് പേര് പറയുന്നത് ഇത് ഏലിയൻസ് എന്തോ പ്രൊഡ്യൂസ് ചെയ്തതെന്നാണ്. ദെൻ അബൌട്ട് ദ നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ അബൌട്ട് ദ ജൂലിയ സൗണ്ട്. ഇത് വെറും ഇൻട്രസ്റ്റിംഗ് അല്ല, ശരിക്കും ഒരു മിസ്റ്റീരിയസ് തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, NOAA നാഷണൽ ഓഷ്യനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ കേൾക്കുകയും റെക്കോർഡ് ചെയ്ത ഒരു സൗണ്ടിനെ പറ്റിയിട്ടാണ്. അവർ കടലിൻ്റെ അടിത്തട്ടിൽ എവിടുന്നോ ജൂലിയ എന്ന് പറഞ്ഞൊരു സൗണ്ട് കേട്ടെന്നാണ് പറയപ്പെടുന്നത്. 1999 പസഫിക് ഓഷനിലാണ് ഈ സൗണ്ട് കേട്ടത്. ഒരു 15 സെക്കൻഡ് ഡ്യൂറേഷനുള്ള ഒരു ഓഡിയോയാണ്. ഈവൻ യു ക്യാൻ സെർച്ച് ഇറ്റ് ഫോർ ഗൂഗിൾ. ദെൻ ദ ലാസ്റ്റ് തിങ് അബൌട്ട് ഫ്രോസ്റ്റ് ഫ്ലവർ. ഇത് ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് സീസിൽ കാണുന്ന ഒരു ഫിനോമിനനാണ്. ഇത് റിയൽ ഫ്ലവർ അല്ല, ഐസ് ക്രിസ്റ്റൽസ് ആണ് ദാറ്റ് ലുക്ക് ലൈക്ക് ഫ്ലവർ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ബൈ.